പാറശാല ഷാരോൺ വധക്കേസിൽ പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ എന്നതാണ് നെയ്യാറ്റിൻകര കോടതിയുടെ ശിക്ഷാവിധി. മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഈ കേസ് എന്തായിരുന്നു ഹഷ്മി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റൊരാളുമായുള്ള വിവാഹബന്ധം ഉറപ്പിച്ച ശേഷം കാമുകനെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ കഷായത്തിൽ വിഷം കലർത്തി കൊലപ്പെടുത്തി എന്നുള്ളതാണ് ഈ കേസ്. തട്ടിക്കൊണ്ടുപോകലിന് 10 വർഷത്തെ തടവ്, 328 പ്രകാരം 5 വർഷത്തെ തടവ്, കൊലപാതകത്തിന് വധശിക്ഷ വിധിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വധശിക്ഷ വിധിക്കപ്പെടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ കുറ്റവാളിയായി മാറുകയല്ലേ ഗ്രീഷ്മ? ഇപ്പോ ഈ പ്രതിഭാഗം മുന്നോട്ട് വെച്ച പ്രധാന വാദങ്ങൾ എന്താണ്? പാരക്കീറ്റ് എന്ന് പറയുന്ന വിഷം ഏത് രീതിയിൽ ശരീരത്തെ ഇല്ലാതാക്കും എന്ന് ഗ്രീഷ്മ സെർച്ച് ചെയ്തത് സ്വന്തം ആവശ്യത്തിനാണ്, ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആയിരുന്നല്ലോ പ്രധാന വാദം. ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ, വധശിക്ഷ വിധിച്ചിരിക്കുന്നു കോടതി. 2 ലക്ഷം രൂപ പിഴയും അടയ്ക്കണം ഗ്രീഷ്മ. വധശിക്ഷ വിധിച്ചിരിക്കുന്നു കോടതി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. കോടതി കൃത്യമായി പറയുകയാണ്, ഈ ആത്മഹത്യ എന്ന് പറഞ്ഞാൽ വ്യാജ ആത്മഹത്യാ ശ്രമമാണ്. ലൈസോൾ കുടിച്ചാൽ ആത്മഹത്യ മരിച്ചു പോകില്ല എന്ന് പ്രതി കൃത്യമായി അറിയാമായിരുന്നു. വളരെ വൈകാരികമായിട്ടുള്ള കാഴ്ചകളാണ് കോടതിക്കുള്ളിൽ നിന്ന് വരുന്നത് എന്നുള്ളതാണ്. ഗ്രീഷ്മയുടെ അച്ഛൻ കോടതിക്കുള്ളിൽ പൊട്ടിക്കരയുന്നു എന്നുള്ള ഒരു വിവരം കൂടി വരുന്നുണ്ട്. എന്തായാലും വധശിക്ഷ വിധിച്ചിരിക്കുന്നു. കേരളം ഉറ്റുനോക്കിയ ഷാരോൺ വധക്കേസിൽ അക്ഷരാർത്ഥത്തിൽ ചിറകരിഞ്ഞു. അതല്ലെങ്കിൽ പ്രതിഭാഗത്തിന് വലിയ ആത്മവിശ്വാസമുള്ള പാർട്ടികളെ കോടതി വാ അടപ്പിച്ചു നിർത്തി. ഒരു പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇളവ് അത് ഉന്നത കോടതിയിൽ പോയി പ്രതിക്ക് നേടിയെടുക്കാം. പക്ഷേ കോടതിക്കുള്ളിൽ ഇപ്പോൾ ഗ്രീഷ്മയുടെ പിതാവും അതുപോലെ തന്നെ ഷാരോണിന്റെ മാതാപിതാക്കളും കരയുകയാണ്. വിധി പ്രസ്താവം കേട്ട് അമ്മാവന് 3 വർഷം തടവും 50,000 രൂപ പിഴയും. ഷാരോണിന്റെ അച്ഛനും അമ്മയും സഹോദരനും വിധി പ്രസ്താവം കോടതിക്കുള്ളിലിരുന്ന് കേൾക്കുന്നുണ്ട്. തെളിവുകൾ നശിപ്പിച്ച നിർമ്മൽ കുമാർ ഗ്രീഷ്മയുടെ അമ്മയ്ക്ക് അമ്മാവന് 3 വർഷം തടവും 50,000 രൂപ പിഴയും മാത്രമാണ് നൽകിയിരിക്കുന്നത്. താഴെ കോടതിയിൽ അല്ലെങ്കിൽ വിചാരണ കോടതിയിൽ പ്രോഗ്രസീവായ ഒരു വിധിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ടോ എന്നുള്ള ചർച്ച ഒരുപക്ഷേ ഈ വിധിയോടുകൂടി വീണ്ടും ഉയരും. എപ്പോഴാണ് അവരെ പുറത്തേക്ക് കൊണ്ടുവരിക? നിഷാദ്, വിധിന്യായത്തിന്റെ പകർപ്പ് അവരുടെ കയ്യിൽ കൊടുത്ത ശേഷമാണ് പുറത്തേക്ക് കൊണ്ടുവരേണ്ടത്. കോടതി ഷാരോണിന്റെ ആ പ്രണയത്തിന്റെ പവിത്രതയെ 100% കാണുന്നു, മുഖവിലക്കെടുക്കുന്നു. അതിന് കാരണം കോടതി പറയുകയാണ്, മരിക്കുമെന്ന് ഉറപ്പുള്ളപ്പോൾ പോലും മരണക്കിടക്കയിൽ പോലും ഗ്രീഷ്മ ശിക്ഷിക്കപ്പെടരുത് എന്ന് ഷാരോൺ ആഗ്രഹിച്ചു. വിധിപ്പകർപ്പ് എന്തായാലും തയ്യാറായിരിക്കുകയാണ്. അതുകൊണ്ട് അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മരണക്കിടക്കയിലും താൻ ഈ വേദന അനുഭവിക്കുന്നത് ഷാരോൺ കലക്കി തന്ന വിഷം കുടിച്ചിട്ടാണ് നന്നായി അറിയാവുമ്പോൾ പോലും ഈ പറയുന്ന പ്രണയപൂർവ്വം വിളിച്ചിരുന്ന വാവേ എന്ന വാക്ക് തന്നെ പിന്നെയും അഭിസംബോധനയ്ക്ക് ഉപയോഗിച്ചു. ഡെത്ത് സെന്റൻസ് എന്ന് കോടതി പറയുന്ന സമയത്ത് ഞാൻ നേരെ നോക്കിയത് ഗ്രീഷ്മയുടെ മുഖത്തേക്കായിരുന്നു. പക്ഷേ ഒരു വികാരവുമില്ലാതെ ഒരു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടയാളാണ് താൻ എന്ന് അതിനെ ഉൾക്കൊണ്ടാണോ ഉൾക്കൊള്ളാതെയാണോ ആ സ്ത്രീയുടെ മുഖത്ത് യാതൊരു തരത്തിലുള്ള വികാരവും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. ഈ കേസിന്റെ മെറിറ്റ് ആൻഡ് ഡിമെറിറ്റും വാദപ്രതിവാദങ്ങളിലേക്കും ഒക്കെ കടന്നപ്പോൾ ഈ യുവാവിന്റെ ഈ ചെറുപ്പക്കാരന്റെ സ്നേഹത്തിന് ബന്ധമില്ലേ, ടോക്സിസിറ്റിയെ കുറിച്ച് അടക്കമുള്ള വലിയ രീതിയിലുള്ള ചർച്ചകൾ അത് വിചാരണാ ഘട്ടത്തിലൊക്കെ നടന്നതാണ്. മറ്റൊരു പയ്യനുമായി വിവാഹം ഉറപ്പിച്ച ശേഷവും ഷാരോണുമായുള്ള ബന്ധം ഈ സ്ത്രീ തുടർന്നു കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ഷാരോണുമായി ഫോണിൽ സംസാരിച്ച ശേഷം പിന്നീട് മറ്റേ പയ്യനെ വിളിക്കുന്ന രീതി ഇവർക്കുണ്ടായിരുന്നു എന്ന് കോടതി പറയുന്നുണ്ട്. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ കൊലപാതകത്തിന് എന്ത് ശിക്ഷയാണോ പരമാവധി നൽകാൻ കഴിയുന്നത് IPC 302 അതിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് ആണ് നൽകാൻ കഴിയുന്നത്. അത് ഈ കോടതി വിധിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി വിധി പ്രസ്താവം അവസാനിപ്പിച്ചത്.